വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാംബോയ് ഗൈസ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടിരിക്കുകയാണ്. കുറേ കാലത്തിന് ശേഷം, ഒരുപാട് നാളുകളായിട്ട് കുറേ ചവറ് സിനിമയും സീരീസും ഒക്കെ എടുത്തുകൊണ്ടിരുന്ന മാർവൽ അവരുടെ പഴയ പ്രൗഢിയിലേക്ക്, അല്ലെങ്കിൽ പഴയ പ്രതാപകാലത്ത് എടുത്തു വെച്ചിരിക്കുന്ന സിനിമകളോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സിനിമ ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. കിടിലം പടം, ഒരു രക്ഷയില്ല. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഡയറക്ടർ ഷാങ്ചി ഡയറക്ട് ചെയ്ത ആളാണ് ഈ സിനിമയും ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ ജാക്കി ചാന്റെ സ്റ്റണ്ട് ടീമാണ് ഇതിന്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഷാങ്ചി വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ മൂവീസ് ഫ്രം മാർവലാണ്. അതിന്റെ കൂടെ ജാക്കി ചാന്റെ ടീമും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കിടിലൻ സ്റ്റണ്ടുകളാണ്. എസ്പെഷ്യലി ദ ഹാൻഡുമായിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് ഒരു രക്ഷയില്ല, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആക്ഷൻ സീക്വൻസുകൾ വളരെ ലിമിറ്റഡ് ആണ്, പക്ഷെ ഉള്ള സാധനം കിടിലൻ, ഒന്നും പറയാനില്ല. ട്രെയിലറിനകത്ത് ഒരുപാട് വില്ലൻസ് ഉണ്ടായിരുന്നു. എത്ര വില്ലൻസ് ഉണ്ട് എണ്ണം പോലും എടുക്കാൻ പറ്റുന്നത്. അത്ര കുറേ വില്ലന്മാരെ നമ്മൾ ട്രെയിലറിൽ കണ്ടതാണ്. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ വിചാരിച്ചതാണ് ഇതിനെല്ലാം കൂടെ ഇവിടെ കൊണ്ട് കുത്തി കയറ്റും, ഇവരുമായിട്ടുള്ള ഫൈറ്റ് എല്ലാം കൂടെ ചേർത്ത് കുറച്ച് ഓവറാക്കി ചളമാക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പേടിക്കേണ്ട, അനാവശ്യമായിട്ട് ഒരു സാധനങ്ങളും ഇല്ല. ആവശ്യമില്ലാത്ത വില്ലന്മാരെ എല്ലാം പടം തുടങ്ങി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ സ്ക്രീനിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. ആവശ്യമുള്ളവരെ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഞാൻ അതാണ് പറഞ്ഞത്, ഒരുപാട് ഫൈറ്റ് സീക്വൻസുകളൊന്നും ഇല്ല. ഉള്ള സാധനം വളരെ വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ക്യാമിയോ ഇല്ല. സ്ക്രീനിൽ വന്നു പോകുന്നവരെല്ലാം പടത്തിന്റെ ഒഴുക്കിനോട് ചേർന്ന് നിൽക്കുന്ന രീതി തന്നെയാണ് വന്നു പോയിട്ടുള്ളത്. ക്യാമിയോസ് കൊണ്ടുവന്ന് ആൾക്കാർക്കൊരു എക്സൈറ്റ്മെന്റും ഗൂസ്ബംസും കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വരുന്നവർക്കെല്ലാം അവർക്ക് നല്ല ആവശ്യത്തിനുള്ള റോളുണ്ട്. അത് പടത്തിനോട് നല്ല രീതിയിൽ ചേർന്ന് പോകുന്നുണ്ട്. മുഴച്ച് നിൽക്കലുകൾ ഒന്നും തന്നെ തോന്നുന്നില്ല. പടത്തിന്റെ റിവ്യൂസ് നോക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നതാണ്, കുറേ പേര് പടത്തിന്റെ റിവ്യൂ ആണോ അതോ ഗെയിമിന്റെ റിവ്യൂ ആണോ എന്ന് നമ്മൾ സംശയിക്കും. എല്ലാവരും എടുത്തു പറയുന്ന സാധനമാണ്, ഗെയിം കളിച്ചവർക്കെല്ലാം ഭയങ്കര ഫീല് കിട്ടും, നൊസ്റ്റാൾജിയ കിട്ടും, ഗെയിമിനകത്തുള്ള ഒരുപാട് സീക്വൻസുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഗെയിം കളിച്ചിട്ടില്ല, അതുകൊണ്ട് ഗെയിമിൽ കിട്ടുന്ന നൊസ്റ്റാൾജിയ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഗെയിമിന്റെ ഗെയിം പ്ലേസ്, സ്പൈഡർമാൻ ഗെയിം പ്ലേസ് ഒക്കെ യൂട്യൂബിൽ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അതുമായിട്ട് സാമ്യം വരുന്ന രീതിയിലുള്ള ക്യാമറ വർക്കുകൾ ഇതിനകത്ത് കുറേ ഉണ്ട്. എസ്പെഷ്യലി POV ഷോട്ടുകൾ, TPP തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിലുള്ള കുറേ ഷോട്ടുകളുണ്ട്. അതൊക്കെ വളരെ നന്നായിരുന്നു. മറ്റുള്ള സ്പൈഡർമാൻ മൂവീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനകത്തെ ക്യാമറ വർക്കുകൾ കുറച്ചുകൂടെ നമുക്ക് ആ സ്ഥലങ്ങളുടെ ആ സീക്വൻസുകളുടെ ഒരു ഫീല് നമുക്ക് കിട്ടും. നമ്മളതിലേക്ക് കുറച്ചുകൂടെ ഇമേഴ്സ് ആയിട്ടിരിക്കുന്ന പോലത്തെ കുറേ ഫീല് തരുന്നുണ്ട്. അതായത് ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്കുന്നൊക്കെ ചാടുന്നതാണെങ്കിലും ഫൈറ്റിന്റെ ആണെങ്കിലും കുറേ ഷോട്ടുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, POVയും TPP ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ ഹൈറ്റ് നമുക്ക് വളരെയധികം മനസ്സിലാവും. സ്പൈഡർമാൻ അറിയാം, ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് നിന്നൊക്കെ ചാടുന്ന സീനുകൾ എന്തായാലും ഉണ്ടാവും. അതൊക്കെ നമുക്ക് വളരെയധികം നമ്മൾക്ക് നേരിട്ട് ഫീൽ ചെയ്യുന്ന ആ ഹൈറ്റ്, ആ ബിൽഡിങ്ങിന്റെ അത്രയും ഹൈറ്റ് നമുക്കൊരു ആ ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ 3Dയിലാണ് കണ്ടത്. 2Dയിൽ അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ 3Dയിൽ കാണുമ്പോൾ ആ ക്യാമറ വർക്കുകളും ആ 3Dയും കൂടെ ചേർന്ന് വരുന്ന ആ ഒരു ഫീല് നമ്മൾ കുറച്ചുകൂടി ഇമേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഗെയിമിന്റെ റെഫറൻസുകളും സാമ്യതകളും ഒക്കെ പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നമ്മുടെ OG സ്പൈഡർമാൻ ഇല്ലേ, നമ്മളെല്ലാവരും കണ്ടു വളർന്ന ആ സ്പൈഡർമാൻ 1, 2, 3 ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ, ആ സ്പൈഡർമാൻ. അത് മാത്രമല്ല, അമേസിംഗ് സ്പൈഡർമാന്റെയും എല്ലാം ഇതുവരെയുള്ള എല്ലാ സ്പൈഡർമാൻ മൂവീസിന്റെയും ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് സീനുകളോട് സാമ്യം. അതെനിക്ക് മാത്രമേ തോന്നിയുള്ളൂ എന്നറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ കുറെ തോന്നി. അത് മാത്രമല്ല, ഈ മൂവിയിൽ ഇതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ബ്രാൻഡ് ന്യൂ ഡേ എന്നാണ് പറയുന്നത്. ബ്രാൻഡ് ന്യൂ ഡേ, അതിൽ നമുക്ക് ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ടീനേജറിൽ നിന്ന് അഡൾട്ടിലേക്ക്, അല്ലെങ്കിൽ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു മാനിലേക്ക് മാറുന്ന ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് കിട്ടിയ ഒരു സെൽഫ് കേപ്പബിൾ ആയിട്ടുള്ള, അത്ര മെച്യൂർ ആയിട്ടുള്ള ഒരു സ്പൈഡർമാനെയാണ് നമുക്ക് ഈ മൂവിയിൽ കിട്ടുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഫസ്റ്റ് ടോബി മഗ്വയറിന്റെ സ്പൈഡർമാനായിട്ട് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റി. ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ ടീനേജർ, ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ടീനേജർ, ആ ഒരു വൈബല്ലേ തന്നുകൊണ്ടിരുന്നത് ഇത്രയും കാലം. പക്ഷേ എനിക്ക് ഈ മൂവി കണ്ടപ്പോൾ നമ്മുടെ OG സ്പൈഡർമാന്റെ ആ ഒരു സ്വഭാവങ്ങളും ആ ഒരു രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വെച്ച ആ ക്യാരക്ടർ ഡെവലപ്മെന്റ് കിട്ടി. അതിനോട് ഭയങ്കര സാമ്യം എനിക്ക് തോന്നി. OG സ്പൈഡർമാൻ മാത്രമല്ല, ഈ മൂവി എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ ഫസ്റ്റ് തൊട്ട് അമേസിംഗ് സ്പൈഡർമാൻ വരെ എല്ലാ സ്പൈഡർമാൻ 1, 2, 3 അതിനകത്ത് മറ്റേ ബുള്ളി മഗ്വയർ, പിന്നെ അമേസിംഗ് സ്പൈഡർമാനകത്ത് എല്ലാവരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തിട്ട് അതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ടോം ഹോളണ്ടിന്റെ ടീനേജർ ആയിട്ടുള്ള സ്പൈഡർമാനെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അതാണ് എനിക്ക് ഈ സ്പൈഡർമാനെ കണ്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. എല്ലാ സ്പൈഡർമാന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇൻവോൾവ് ആയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ടോബി മഗ്വയറിന്റെ സ്പൈഡർമാന്റെ സ്വഭാവം അതുപോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അമേസിംഗ് സ്പൈഡർമാനകത്താണ് കുറെ കൂടെ അക്രോബാറ്റിക്സ് ആയിട്ടുള്ള കുറെ കൂടെ അജിലിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമേസിംഗ് സ്പൈഡർമാനകത്താണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ആ അജിലിറ്റിയും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു എൻ്റയർ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ്
നമ്മുടെ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനെ കിട്ടിയിട്ടുണ്ട് ഈ മൂവിക്കകത്ത്. സ്പൈഡർമാൻ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നത് ചാടി മറിഞ്ഞ് ഫുള്ള് ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിനകത്ത് ആക്ഷൻ പോലെ തന്നെ ആക്ഷനേക്കാൾ കൂടുതൽ ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഇമോഷൻസിനാണ്. ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ ഇത്രയും കാലം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഹെവി ഇമോഷൻസ് ഒന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്പൈഡർമാൻ മൂവീസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ മൂവിയിൽ ആ ഇമോഷൻസ് വളരെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കാരണം നോ വേ ഹോമിന് ശേഷം പീറ്റർ പാർക്കർ എന്നൊരാൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ആർക്കും തന്നെ അറിയില്ല. ഓൺലി സ്പൈഡർമാൻ. പീറ്റർ പാർക്കറിന് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഇല്ല, പേഴ്സണൽ ലൈഫ് ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഇല്ല, എല്ലാവരെയും നഷ്ടപ്പെട്ടു. ആ ഒരു ലോൺലി ലൈഫ് നയിക്കുന്ന സ്പൈഡർമാനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ സ്ട്രെസ്സും ഡിപ്രസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റും അതെല്ലാമാണ് സ്പൈഡർമാൻ്റെ ഈ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഒരു ഇമോഷണൽ സ്ട്രെസ്സും ഡിപ്രസിംഗ് ലൈഫുമാണ് സ്പൈഡർമാന് ക്യാരക്ടർ ഡെവലപ്മെന്റിനും അതേപോലെ തന്നെ പുതിയ പവേഴ്സ്, മ്യൂട്ടേഷൻ സംഭവിക്കാനും പുതിയ പവേഴ്സ് അൺലോക്ക് ചെയ്യാനും എല്ലാം സഹായിക്കുന്നത് ഈ ഒരു ലോൺലി സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന ആ ഒരു ഇമോഷണൽ ബേർഡൻ അനുഭവിക്കുന്ന അത്രയും സ്ട്രെസ് കൊണ്ട് നടക്കുന്ന ഒരു മൈൻഡാണ് ക്യാരക്ടർ ഡെവലപ്മെന്റിനും പവേഴ്സൊക്കെ അൺലോക്ക് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത്. അതൊക്കെ വളരെ നൈസായിട്ട് ഈ പടത്തിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആക്ഷനേക്കാൾ കൂടുതൽ ആക്ഷൻ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിൽ അത്രയ്ക്ക് ആക്ഷൻ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഈ പടം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇമോഷൻസിനെയാണ്. ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുമ്പോൾ പുതിയ സ്പൈഡർമാൻ മാത്രമല്ല, ഇത്ര നാൾ കണ്ടുവന്ന ആ മൂവീസിൻ്റെ ഒരു പാറ്റേൺ, ആക്ഷന് പ്രാധാന്യം കൊടുത്ത് വന്നിരുന്ന ആ ഒരു മൂവീസിൻ്റെ പാറ്റേണിൽ നിന്ന് ഇമോഷൻസിന് നല്ല ഇമ്പോർട്ടൻസ് ഇതിനകത്തുണ്ട്. ഇത്ര നാൾ കണ്ട സ്പൈഡർമാൻ മൂവീസ് എല്ലാം തന്നെ കൂടുതലും, അതായത് എസ്പെഷ്യലി ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ മൂവീസ് ആക്ഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇമോഷൻസ് അത്ര വലിയ ഇതില്ല. പക്ഷെ ഇവിടെ ഇമോഷൻസ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കണക്റ്റ് ആവുന്ന തരത്തിൽ ഇമോഷൻസ് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ആ ഇമോഷൻസ് സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു മെച്യൂർ ആയിട്ടുള്ള സ്പൈഡർമാനെ നമുക്ക് തരുന്നത്. മെച്യൂരിറ്റി മാത്രമല്ല, മെച്യൂർ ആണ്, സെൽഫ് കേപ്പബിൾ ആണ്, പ്രോബ്ലംസ് ഒക്കെ തന്നെ സോൾവ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, തനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പണ്ടത്തെ സ്പൈഡർമാനെ നമുക്കറിയാം മറ്റുള്ളവരെ വളരെയധികം റിലേ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി എങ്ങനെ തനിക്ക് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ മുതിർന്ന ആളുകളെ, പേരൻസിനെ ആയാലും മുതിർന്ന ആളുകളുടെ അടുത്ത് പോയി സഹായങ്ങൾ തേടി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആ ഒരു പാറ്റേൺ ആണ് ഇത്ര നാൾ കണ്ടിരുന്നത്. പക്ഷേ ഇവിടേക്ക് വരുന്ന ഉടനെ സ്പൈഡർമാൻ സെൽഫ് കേപ്പബിൾ ആവുകയാണ്. സ്വന്തം പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാനും മറ്റുള്ളവരുടെ സഹായം ആവശ്യത്തിന് മാത്രം കുറച്ച് മാത്രം സഹായങ്ങൾ എടുത്തുകൊണ്ട് ബാക്കി മോസ്റ്റ് ഓഫ് ദി വർക്കും തന്നെ ചെയ്ത് സ്വന്തം പ്രോബ്ലംസ് ഒക്കെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിലേക്ക്, ആ ഒരു അഡൾട്ട് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് സ്പൈഡർമാൻ എത്തിയിട്ടുണ്ട്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി വരുന്ന മൂവീസിലൊക്കെ ഈ മെച്യൂർ ആയിട്ടുള്ള, ഇത്ര സെൽഫ് കേപ്പബിൾ ആയിട്ടുള്ള സ്പൈഡർമാനെ കാണാൻ സാധിക്കും. അത് എങ്ങനെയായിരിക്കും വരുന്ന മൂവീസിലൊക്കെ എങ്ങനെ സ്പൈഡർമാൻ ബിഹേവ് ചെയ്യുമെന്ന് കാണാൻ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഇറ്റ് വിൽ ബി വെരി നൈസ് ടു സീ ദാറ്റ് അഡൾട്ടായിട്ടുള്ള ആ ഒരു സ്പൈഡർമാൻ്റെ ഇമോഷൻസ് വരുന്ന മൂവീസിലൊക്കെ കാണാൻ വളരെയധികം നല്ലതായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിഷർ വരുന്നുണ്ട്. പണിഷർ കുറേ റീലുകളൊക്കെ കണ്ടിരുന്നു സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കാണുന്നതിന് മുന്നേ. ഇത്രയും ലിസ്റ്റ് ഓഫ് പടങ്ങൾ കാണണം, ഇത്രയും പടങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാം മനസ്സിലാകും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. പണിഷറിനും നമുക്ക് ആളുടെ ക്യാരക്ടർ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഇതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ പണിഷർ എന്താണ് എന്ന് ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, പണിഷറിന്റെ സ്വഭാവം എങ്ങനെയാണ് എന്താണ് ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ച് ചെയ്ത് ചെറുതായിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞിട്ട് പടം കണ്ടാലും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അല്ലാതെ ആരെയും ഇപ്പോൾ അങ്ങനെ മാർവൽ ട്രൂ എന്തൂസിയാസ്റ്റിന് മാത്രം മനസ്സിലാവുന്ന രീതിയിലൊന്നും അല്ല പണിഷറിനെ ഇതിനകത്ത് കുത്തിക്കയറ്റിയിരിക്കുന്നത്. പുതുതായിട്ട് വരുന്ന ഒരാൾക്കും, മൂവീസ് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ഒരാൾക്കും അത്രയും മൂവീസ് കുത്തിയിരുന്ന് കണ്ട് സമയം കളയാതെ ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ചിലൂടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ പണിഷർ ആരാണ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാവും. ഹൂ ഈസ് ഹി, ആരാണ് അയാൾ, എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഹൾക്ക്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഇത്ര നാൾ കണ്ട നമ്മുടെ പ്രൊഫസർ ഹൾക്കല്ല, ഇതാണ് ഹൾക്കിൻ്റെ ആ തിരിച്ചു വരവ്. വെരി 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 എക്സൈറ്റിംഗ്. നമുക്ക് കിട്ടില്ലൊരു ഹൾക്കിൻ്റെ പോർഷൻ കാണാൻ കിട്ടുന്നുണ്ട്. ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ്. അതിനകത്ത് ഹൾക്ക് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഒരു ത്രീ വേർഡ് ഡയലോഗ് ഉണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ വാസ് ലൈക്ക് എന്തോ ഒരു സാധനം കിട്ടി അവിടെ. അത് ആ ഡയലോഗ് ഏതാണെന്ന് പടം കണ്ടവർ താഴെ കമന്റ് ചെയ്തു കേട്ടോ. ഈ മൂവിയിലെ ഏറ്റവും അസഹനീയമായ പോർഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് ക്രെഡിറ്റ് സീനിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. മൂവി കഴിഞ്ഞിട്ട് ഈ ക്രെഡിറ്റ്സ് തീരാൻ വേണ്ടിയിട്ട് എത്ര നേരമാണ് മോനെ കാത്തിരിക്കുന്നത്? ഇതിങ്ങനെ ഗോസ് ഓൺ ഫോർ എവർ ഇങ്ങനെ ഇരിക്കുക. എവിടെ പോസ്റ്റ് ക്രെഡിറ്റ്, എവിടെ എന്ന് പറഞ്ഞ് എത്ര നേരമാണ് കാത്തിരുന്നേ? അത് പോസ്റ്റ് ക്രെഡിറ്റ് കാണാൻ വേണ്ടിയിട്ട് ആ പടം കഴിഞ്ഞിട്ട് പോസ്റ്റ് ക്രെഡിറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കുറച്ച് സമയമുണ്ടല്ലോ, അത് അസഹനീയമായിരുന്നു. അത് ഒരുപാടുള്ള പോലെ എനിക്ക് തോന്നി. ഒരുപാട് കണ്ടമാനമുള്ള പോലെ ഇങ്ങനെ ഗോസ് ഓൺ ഫോർ എവർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏറ്റവും അവസാനമാണ് പോസ്റ്റ് ക്രെഡിറ്റ് കാണിക്കുന്നത്.
അതായിരുന്നു ഈ മൂവിയിലെ ആകെയുള്ള അസഹനീയമായിട്ടുള്ള പാർട്ട്. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും ക്രെഡിറ്റ്സ് സഹിച്ചിരുന്ന് കണ്ടു. ബട്ട് ഫോർ മീ ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് ഡിസപ്പോയിൻമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു സാധനമാണ് അത്. എങ്ങനെ പറയാം, പേഴ്സണലി എനിക്കത് അത്ര സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നിയില്ല. ചിലർ ഭയങ്കര അത് വൊത്താണ് കിടിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി എന്ത് പറയാം, വരുംകാല മൂവീസുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കുമോ, അല്ലെങ്കിൽ ഫാൻ തിയറീസ്, അല്ലെങ്കിൽ ഈ ഗെയിമിലെ കാര്യങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വായിക്കുകയാണെങ്കിലോ, വരുന്ന തിയറീസ് കോമിക്സുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വായിക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ കുറച്ച് തിയറീസ് കണക്ട് ചെയ്തൊക്കെ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ ഫോർ മീ പേഴ്സണലി എനിക്കത് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും തന്നില്ല. ഇറ്റ് വാസ് വെരി ഡിസപ്പോയിന്റിങ്. അത് ചിലപ്പോൾ ഈ ക്രെഡിറ്റ്സ് കണ്ട് സഹികെട്ട് വയ്യാണ്ടായിട്ട് ഇരുന്ന് കണ്ടപ്പോൾ ഇത് ഇത്ര ഉള്ളോ എന്ന് തോന്നിയതാവാൻ സാധ്യതയുണ്ട്. എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അത്ര വലിയ ഒരു സാധനമൊന്നും തന്നില്ല. ചിലർ പറയുന്നത് കേട്ടു, ഭയങ്കര സാധനമാണ്, വെയിറ്റ് ചെയ്യണം, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ഫോർ മീ പേഴ്സണലി ഇറ്റ് വാസ് എ ലിറ്റിൽ ഡിസപ്പോയിൻമെന്റ്. അത് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് അതും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് പറഞ്ഞോ. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ ഓസം മൂവി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പറ്റുവാണെങ്കിൽ 3D തന്നെ കാണുക. ആ ഒരു ഇമേർഷൻ എക്സ്പീരിയൻസ്, നമുക്ക് ആ ഒരു ക്യാമറ മൂവ്മെൻറ്റ്സ് ഒക്കെ ഫീൽ ചെയ്യാനായിട്ട് 3D വളരെയധികം ഹെൽപ്പ് ചെയ്യും. 3D കാണാൻ ശ്രമിക്കുക. കുറേ കാലത്തിന് ശേഷം മാർവലിൻ്റെ ഒരു പ്രതാപകാലം തിരിച്ചു കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇതേപോലെ തന്നെ വരും സിനിമകളിലേക്കും പ്രതിഫലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.